തോമസ് ചേരുന്നുണ്ട്. നമസ്കാരം സാർ. ഹലോ. കോൺഗ്രസിന്റെ തന്നെ ഒരു സൗമ്യനായ നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹവുമായിട്ടുള്ള കൂടുതൽ ഓർമ്മകൾ എന്തെല്ലാമാണെന്ന് പങ്കുവയ്ക്കാം. സാറുമായിട്ട് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഒന്ന്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ലീഡർശ്രീ കെ കരുണാകരനോടൊപ്പമാണ്. പിന്നീട് അദ്ദേഹം MP ആയി ഡൽഹിയിൽ വന്നു, രാജ്യസഭ KPC പ്രസിഡന്റായി. അദ്ദേഹം KPC പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിൽ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ഡൽഹിയിൽ ഞങ്ങൾ ഒന്നിച്ചാണ്, അടുത്തടുത്താണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ് പാർലമെന്റിൽ പോയിരുന്നത്. വളരെ സൗമ്യനും ഒരു സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ KPC പ്രസിഡന്റായിരുന്ന കാലത്തിൽ പാട്ട് തന്നെയുണ്ട്, തെന്നലെ തെന്നലെ എന്ന് പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി. അപ്പൊ പക്ഷേ പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് കെ ആന്റണി മന്ത്രിസഭയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് തെന്നൽ സാറാണ്. അദ്ദേഹം KPC പ്രസിഡന്റ് പിന്നീട് പോകുന്നത്. വളരെ ശാന്തൻ, സൗമ്യൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ സാഹചര്യത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അതിന് വലിയ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. KV തോമസ് ആണ് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവച്ചത്. MM ഹസൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ വിടവാങ്ങി